എന്റെ സുമ ചോദിക്കാൻ വരും. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടേ വാ, സുമേഷിന് ഇനി മുന്നും പിന്നെ നോക്കാനൊന്നുമില്ല. ഇത്രയും കാണിച്ചത് നമ്മൾ വെറുതെ വിടാം. അങ്ങനെ വലിച്ചാൽ കീറുന്നു കുറെ തീപ്പരി പാറുകൂടെ. ഇംഗ്ലീഷേ കാണുള്ളൂ. അതെ, ഇംഗ്ലീഷ് ഫ്ലുവന്റ് അവൻ ഇംഗ്ലീഷ് സിനിമ ആണെന്നാണ് സാറ് പറഞ്ഞേക്കണേ. സൗണ്ട് ഓഫ് ആക്കി കാണാൻ ഏത് സാറാണോ നിന്നോട് പറഞ്ഞേക്കണേ? അതെ അതെ, മാസ്റ്റർ പീസ് കാണിക്കാൻ പറ്റില്ല. അതിപ്പോ കാണിക്കാൻ പറ്റില്ല. അതാ പഴയ ധൈര്യമൊക്കെ പോയോ? പഴയ ധൈര്യം ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് അലക്കിയിട്ടേക്ക. ഇപ്പൊ കാണിക്കാൻ കാണിക്കാൻ പറ്റില്ല. പഴയ ധൈര്യം ഒരെണ്ണം. പേളിമാണി നമ്മുടെ ഒപ്പം ചേരുന്നു. പേളിമാണി, എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്? എന്തെങ്കിലും പറയൂ. ഹലോ ഹലോ. ആ പേളി കേൾക്കുന്നുണ്ടോ? ആ ഡീഡി പറയൂ പറയൂ. ആ പേളി, എന്താണ് ഇപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇപ്പൊ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പൊ ആക്ച്വലി ഇവിടെ ആരും നടക്കുന്നില്ല, എല്ലാരും ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. പേളി അവിടെ നിൽക്കുകയല്ലേ? ആ, ഞാനിവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബാക്കി പറയൂ. കൗണ്ടർ പിന്നടിക്കാം. പ്രത്യേകം വെച്ചാൽ ഇത് 4000 mAh ബാറ്ററിയാണ്. നല്ല ഫോൺ വേറെ. എന്നാ സാർ ഇതിന്റെ ടോപ്പ് എൻഡ് കാണിക്കാം. ഇതില് പ്രത്യേകം വെച്ചാൽ 128 GB ഇന്റർണൽ സ്പേസ് വരുന്നുണ്ട്. മുതലാളി എന്താണ് ഓടിച്ച നീ മരുന്ന് പല്ല് മുന്നിലോട്ട് തള്ളിയിരിക്കുന്നത് നിങ്ങൾ കളിയാക്കി ചിരിച്ചു കഴിഞ്ഞാൽ നാളെ ഇതേ അവസ്ഥ നമുക്കും വരും. ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ നാളെ മുകേഷ് അംബാനിയെ കളിയാക്കാം. അങ്ങനെ ആവട്ടെ. ഞാൻ സത്യം ചുമ്മാ സണ്ണിലേ വന്നു. നീ കണ്ടില്ല? നീ കണ്ടില്ലടാ? നീ കണ്ട? ഞാൻ കണ്ടു. അതാണ് നിനക്കൊരു ക്ഷീണം. ബാബുവിന്റെ അച്ഛന്റെ പേരെന്താ? അമ്മേ ആണാണ് ബാബുവാണ്. അച്ഛന്റെ പേരെന്തേനി? എടോ, എന്റെ അച്ഛന്റെ പേര് കുട്ടിക്കൃഷ്ണൻ. കാര്യം പറയും. പിന്നെ നോക്കിയത് അച്ഛന്റെ പേര് കുട്ടിക്കൃഷ്ണൻ. ആ കലണ്ടറിന്റെ മൂലക്കിൽ എഴുതി ചളിഞ്ഞ് മറന്നുകൊണ്ട. ഏതൊരു പഠിച്ചിട്ടുണ്ട്? 8 10. എന്റെക്കാട്ടി വിദ്യാഭ്യാസം. എടാ, ഈ വിദ്യാഭ്യാസം നമ്മുടെ ജോലി കിട്ടൂല. വിദ്യാഭ്യാസം നമ്മൾ കയറ്റി പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കണക്ക് മാഷ്. ഞാൻ എസ് ചെയ്യാം. ഇവിടെ ഒരു വെയിറ്റ് വേണോടാ ജോലിക്ക്. വെയിറ്റാ? എന്നാ 100 കിലോ എസ് ഐ. അത് മാത്രം പറയരുത്. ജോലിക്ക് എന്റെ കുടുംബത്തിൽ ജോലിക്ക് പോകാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. അറിയാം, എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പൊ അച്ഛൻ റിട്ടയർ ആയോ? ഇല്ല, പുള്ളി തന്നെ ഇപ്പോഴും എന്റെ അച്ഛൻ. തിരിഞ്ഞേ എന്തിനാ ഈ പിൻകോഡ് അടിക്കണം. എന്റെ ബാക്കിൽ എന്റെ പിൻകോഡ്. ചക്ക, രാവിലെ പുട്ടന്റെ കൂടെ ചക്ക, പിറ്റേന്ന് പഴിഞ്ഞീരോടെ ചക്ക. ചക്ക തിന്ന് 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 നിന്നാണ് മടുത്ത്. ചക്ക കാണുമ്പോ പ്രാന്താണ്. അണ്ണ 2 ചുളഞ്ഞ അണ്ണ 2 ചുളഞ്ഞ അണ്ണ. കണ്ട ആ ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇവന്റെ കൂടെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ, ഒരാളല്ല, വേറെ 3-4 പെൺപിള്ളേര് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ദേ നോക്കിയേ, വിത്ത് മൈ ക്യൂട്ട് ഫ്രണ്ട് ജോമോൻ. ഈ ഫാൻസിനെ കൊണ്ട് തോറ്റു. കണ്ട, ഇതിന്റെ ഇടയിൽ അവന് ഫാൻസിന്റെ കാര്യം നോക്കാനാ തിരക്ക്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം ഇങ്ങോട്ട് പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കാൻ. അതിനിവിടെ തേക്കാത്ത ചുമരുണ്ടോ? യാത്രക്കിടയിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിരുന്നാൽ എന്തു മനസ്സിലാക്കണം? നിങ്ങൾക്ക് പ്രായമായി എന്ന് മനസ്സിലാക്കണം. കാരണം ഞാൻ പറയാം, ഒരിക്കലും സുന്ദരികളായ പെൺകുട്ടികൾ അല്ലെങ്കിൽ അവനവന് ഇത്തിരി ചളപ്പ് തോന്നും സുന്ദരനായ പെൺകുട്ടി അവർ മാക്സിമം അവോയ്ഡ് ചെയ്യുള്ളൂ. എപ്പോ ധൈര്യമായിട്ട് ആസിഫിന്റെ അടുത്ത് വന്നിരുന്നു അപ്പൊ ധൈര്യമായിട്ടിരിക്കും. കാരണം നമ്മൾ പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് വെച്ചിട്ട് ഞാനാണേലും ഇരിക്കും. പ്രശ്നം ഇത് സുന്ദരികളായ കുട്ടികളുടെ കാര്യം. തനിക്ക് ഇതിന് വലിയ ഐഡിയ ഇല്ല. ഈ തള്ള എന്താണ് പറയുന്നത്? അവരെ കൂടി കൊണ്ടുപോകാൻ പുള്ളി എന്താ വീഗാലാൻഡ് ടൂർ പോവാണോ?
ഇതുമായിട്ട് നേരെ നാട്ടിലേക്കാണ്ട് ഇറങ്ങിക്ക് ആരെങ്കിലും സഹായിക്കും. അയ്യോ ഹോട്ടല് പൂട്ടണം ഞങ്ങൾ പറയുന്നത്. അടച്ചാണ്ട് പൂട്ടിക്കാണ്ട് നടക്കൂലെന്ന്. അല്ല മുലാണെങ്കിൽ ഹോട്ടൽ പൂട്ടാൻ പോവാ. മോനെ എനിക്ക് വിഷമം ഉണ്ടാവുന്ന അറിയാം, പക്ഷെ വേറൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. ഈ ആ പൂട്ടും താക്കോലും എടുത്തിട്ട് വാ. അതല്ല, അടുക്കളയിൽ ഒരു 10 പൊറോട്ട ബാക്കി ഉണ്ടായി ഞാൻ